എത്തും. പിന്നെ നാലാമത് എനിക്കൊരു കാര്യം പറയുന്നത്, ഈ ബാഹുബലി എന്ന് പറയുന്ന ചിത്രത്തിന്റെ അണിയറ വർക്കുകളും ഇത് ഷൂട്ട് ചെയ്ത വിധങ്ങളും ഈ സിനിമയുടെ എല്ലാ ടെക്നിക്കൽ വശങ്ങളും എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് സ്കൂളുകളിൽ ഇത് പഠന നിലവാരമാക്കി മാറ്റണം. എല്ലാ സ്കൂളുകളിലും, ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും എന്റെ റിക്വസ്റ്റ് ആണ്, ഈ സിനിമ എങ്ങനെയാണ് മേക്ക് ചെയ്തത്, ഇത് മേക്ക് ചെയ്യാൻ എന്തൊക്കെ എടുത്തു, ഇത് മേക്ക് ചെയ്യാൻ എത്ര കോടി ചെലവായി, ഇത് ചെയ്യുന്ന വിധം ഇങ്ങനെ ഇതൊരു സിനിമയുടെ ഒരു പഠനം ലെവലിലോട്ട് സ്കൂളുകൾ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സ്കൂളുകളിലും അല്ലാത്തടത്തുമൊക്കെ പറ്റാവുന്ന വിധത്തിൽ ഇത് പിന്നെ ക്ലാസ്സുകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ടെക്നോളജി ആയിട്ടും കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരു 10 വർഷത്തിനകത്ത് ഒരു 1000-1000-ഓ 2000-ഓ 5000-ഓ 50,000-ഓ രാജമൗലിമാരെ കിട്ടും. ഒന്ന് കിട്ടും. രണ്ടാമതിന്റെ ക്യാമറ വർക്കേഴ്സ്, അതും 10,000 കണക്കിന് പേരെ കിട്ടും. കാരണം കുട്ടികളൊക്കെ അതിലോട്ട് ആകൃഷ്ടരാകും. കാരണം അവർ പേയ്മെന്റും ഒക്കെ വളരെ ഹെവിയാണ്. പിന്നെ ഇതിന്റെ ആക്ഷൻ ഡയറക്ഷൻ, ഇതൊക്കെ ഞാൻ പറയേണ്ടതില്ല. ഇതിലെ കുട്ടികൾക്ക്, നമ്മളെ കുട്ടികൾ, ഇതിൽ ഓരോരുത്തരും മികച്ചവരായ കുട്ടികൾ ലോകം മുഴുവനും ഉണ്ട്. അപ്പൊ ഇത് ഒരു സ്റ്റഡി ലെവലിലോട്ട് സ്കൂളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയ ചിത്രം എന്നാണ് ഞാൻ ഈ ബാഹുബലിയെ കുറിച്ച് പറയുന്നത്. പാർട്ട് 1, പാർട്ട് 2, എപ്പിക് ബാഹുബലി. ഇതെല്ലാം നമ്മുടെ സ്കൂളുകളിലെ പഠന വിഷയമാക്കണം. ഇതെങ്ങനെ ഇതിന്റെ ചരിത്രമല്ല പറയേണ്ടത്, അതൊക്കെ പൊട്ടത്തരമാണ്. അതൊക്കെ ധാരാളം ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഈ സിനിമ എങ്ങനെ മേക്ക് ചെയ്തോന്ന് കുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾ നോക്കി, പടത്തിന്റെ സ്ക്രിപ്റ്റ്, കഥ, തിരക്കഥ, സംവിധാന, സംഭാഷണം, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, ഇത് ഇതിന്റെ ബേസിക്. പിന്നെ ഇതിന്റെ കഥയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു ടീം തന്നെ ഉണ്ടാവും. അത് രാജമൗലിന് വേണ്ടി ആളെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് മേക്ക് ചെയ്യണ്ടേ, ഈ പടം എങ്ങനെ ഷൂട്ട് ചെയ്യണം, ഇതിന്റെ ആർട്ട് ഡയറക്ഷൻ എങ്ങനെ വരുന്നു, ഇതിന്റെ ക്യാമറ എങ്ങനെ വരുന്നു, ഇതിന്റെ ഗ്രാഫിക്സ് എങ്ങനെ വരുന്നു, ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ എങ്ങനെ വരുന്നു, ഇതിന്റെ ആർട്ട് വർക്ക് എങ്ങനെ വരുന്നു, പിന്നെ ഇതിന്റെ ലൈറ്റിംഗ് എങ്ങനെ വരുന്നു, പിന്നെ ഇതിന്റെ നടന്മാരെ നടിമാരെ എങ്ങനെ കാസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ തുടങ്ങി ഇതിന്റെ എല്ലാ മേഖലകളെ കുറിച്ച് കുട്ടികൾക്ക് നോളജ് ആയാലും ഗുണം കിട്ടും. കുട്ടികൾ ഇതിലോട്ട് വല്ലാതെ ആകൃഷ്ടരാകും. അപ്പൊ എന്ത് ചെയ്യും, കുട്ടികൾ ഇതുപോലത്തെ വലിയ പ്രോജക്റ്റുകൾക്ക് ശ്രമിക്കും. അത് ഇന്ത്യൻ രാജ്യത്തിന് വലിയ ഗ്രോത്തായി മാറും. എന്റെ കണക്കുകൂട്ടലൊരു ഇതെല്ലാം സ്കൂളുകളിലേക്ക് ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിനകത്ത് 5 ലക്ഷം കുട്ടികളെ കിട്ടും. ഇങ്ങനെയുള്ള രീതിയിൽ പല മേഖലയിലായിട്ട്, ഇപ്പൊ ഇതിന്റെ പല രീതിയിലുള്ള പല മേഖലയിലായിട്ടും കിട്ടുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എപ്പിക് ബാഹുബലിയെ കുറിച്ച് പറയാമെന്നത്. അങ്ങനെ എല്ലാ രീതിയിലും, പിന്നെ ഇതിന്റെ ഡിജിറ്റൽ തിയേറ്ററിന്റെ രീതി, ഇതിന്റെ ബിസിനസ് ലെവല്, ഇതെല്ലാം പഠിക്കുക. ബിസിനസ് ലെവലിലുള്ള കുട്ടികൾ ബിസിനസ് ലെവല് പഠിക്കും. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്, പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ രീതിയിൽ തന്നെ എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ എല്ലാ മേഖലകളെ കുറിച്ചും എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിട വിടാതെ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ച് സ്റ്റഡി